മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 21 തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ഒരു ഹൃദയസ്പർശിയായ മലയാളം ഫാമിലി ഡ്രാമ ഫിലിമാണ് കല്യാണമരം. രാജേഷ് അമനക്കർ സംവിധാനം ചെയ്ത് 2026 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, ദേവനന്ദ, മീര വാസുദേവൻ, പ്രശാന്ത് മുരളി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ലളിതമായ കുടുംബ ബന്ധങ്ങളുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഒന്നിച്ചു ചേർത്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു സ്പാനിഷ് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ദ ട്രൂത്തേഴ്സ്. തന്റെ കുടുംബവുമായി അകന്നു കഴിയുന്ന 30-കാരിയായ റൂത്ത് തന്റെ അമ്മയുടെ ദുരൂഹമായ മരണത്തെ തുടർന്ന് അവൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ അവൾ കാണുന്നത് തീർത്തും ദേഷ്യക്കാരനും അക്രമകാരിയുമായി മാറിയ അവളുടെ അച്ഛനെയാണ്. അച്ഛന്റെ ഈ പെരുമാറ്റം മുൻപില്ലാത്ത വിധത്തിലായതുകൊണ്ട് റൂത്തിന് വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു. തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ സ്വന്തം അച്ഛൻ തന്നെയാണോ എന്ന് അവൾ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 24 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ് ട്രിപ്പിൾ ഡെക്കർ. മനോരമ മാക്സിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യാൻ ഈ സിനിമയിൽ 3 യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവർ കടക്കണിൽപ്പെടുന്നതും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. കൃഷ്ണനുണ്ണി മംഗലത്ത് സംവിധാനം ചെയ്ത സിനിമ മനോരമ മാക്സിലൂടെ ജൂലൈ മാസം 24 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടു പോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ലൈവ് ആക്ഷൻ ഫാന്റസി ചിത്രമാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഈ സിനിമയുടെ മലയാളം പതിപ്പിൽ ഹീമാന് ശബ്ദം നൽകിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന പ്രിൻസ് ആദം തന്റെ മാന്ത്രിക വാളിലൂടെ സ്വന്തം ഗ്രഹമായ എറ്റേർണിയിലേക്ക് തിരികെ എത്തുന്നതും സ്കെലറ്ററിന്റെ ക്രൂരമായ പരിണതിയിൽ നിന്നും തന്റെ ലോകത്തെ രക്ഷിക്കാൻ ഹീമാനായി മാറുന്നതുമാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. ജൂലൈ മാസം 22 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ധമാൽ 4. ഷൈൻ താൻ സിംഗിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന വലിയ നിധിയെക്കുറിച്ചാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഏകദേശം 200 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 125 കോടി 13 ലക്ഷമാണ്. അജയ് ദേവഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി, സഞ്ജയ് മിശ്ര എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 21 സെപ്റ്റംബർ മാസം 4 ഇടയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു ഹോളിവുഡ് ഡാർക്ക് ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ദ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്. പണക്കാരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്ന റോബിൻ ഹുഡ് ഒരു ഹീറോ അല്ലായിരുന്നുവെന്നും മറിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്കായി ചോരപ്പുഴ ഒഴുക്കുന്ന ഒരു ക്രൂരനായ ഒരു കൊള്ളക്കാരനായിരുന്നുവെന്നാണ് ഈ ചിത്രം വരച്ചു കാണിക്കുന്നത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 4 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഡിസ്ക്ലോസർ ഡേ. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഈ സിനിമ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ കലിംഗ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയുടെ ആത്മാവിനെ ഒരു പുതുവർഷ രാവിൽ വിദ്യാർത്ഥികൾ യാദൃശ്ചികമായി ഈ കിണറിന്റെ സീൽ പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് മോചിപ്പിക്കപ്പെടുകയും ഇതിലൂടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അൽതാഫ് സലീം, മാളവിക മേനോൻ, റിയാസ് ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്കു സൈക്കോളജിക്കൽ ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവോ ബഹദൂർ. സത്യദേവ് പ്രധാന വേഷത്തിലെത്തി വെങ്കടേഷ് മഹ സംവിധാനം ചെയ്ത ഈ സിനിമ ജാതിയും പാരമ്പര്യവും സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങളെയാണ് ചിത്രം വരച്ചു കാണിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് തമിഴിൽ നിന്നും ഒരു മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് ഹാർട്ട് ബീറ്റ് സീസൺ 3. മലയാളി താരം അനുമോൾ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സീരീസിൽ കൂടുതൽ സങ്കീർണമായ മെഡിക്കൽ കേസുകളും അടിയന്തര ഘട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. ജൂലൈ 30 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മിത്തോളജിക്കൽ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിരാട് കർണ, നഭ നദീഷ്, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ത്യയിലുള്ള 108 പുരാതന വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ ജൂലൈ മാസം 31 മുതലും മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലും OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അടുത്തതൊരു തമിഴ് കോമഡി ക്രൈം ഡ്രാമ ഫിലിമാണ് കോൺസിറ്റി. 2026 ജൂൺ മാസം
26-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹാരിഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ചെറിയ തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.